നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആഗോള വിപണി കാത്തിരിക്കുന്ന 2 ഈവൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, US-ൽ നിന്നുള്ള പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ചുള്ള തീരുമാനം. ഇന്ന് ഇന്ത്യൻ നിക്ഷേപകർ കാത്തിരുന്ന യൂണിയൻ ബഡ്ജറ്റ് അതൊരു ഇൻട്രീം ബഡ്ജറ്റാണ്. ഇന്ന് ആ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് മാർക്കറ്റിൽ വൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അതായത് ഒരു ഡയറക്ഷനിലേക്ക് ശക്തമായി റാലി ചെയ്യുകയോ ശക്തമായി ഫോൾ ആവുകയോ ചെയ്തിട്ടില്ല. ഇന്നലെ US മാർക്കറ്റിലും ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് പോസ് ചെയ്തതുകൊണ്ട് ആ കാരണം കൊണ്ടല്ല ഇന്നലെ US മാർക്കറ്റ് ഫോൾ ആയിട്ടുള്ളത്. മറിച്ച് 1.75 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഗൂഗിൾ ഏകദേശം ഒരു 9% ഇടിഞ്ഞതുകൊണ്ടാണ് നാസ്ഡാക്ക് ഇന്നലെ അവിടെ 250 പോയിൻറ്റ് ഫോൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു പാഠമാണ്. ബഡ്ജറ്റ് ഡേ സ്വാഭാവികമായ രീതിയിൽ മാർക്കറ്റ് വൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് നൽകാറുണ്ട്. അപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് ലോങ് സ്ട്രാഡിലെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്ത ആളുകൾ ഇരുഭാഗത്തും പ്രീമിയം ഡേക്ക് വന്ന് ഇരുഭാഗത്തും നഷ്ടം വന്നിട്ടുണ്ട്. സെല്ലേഴ്സിന് അനുകൂലമായ രീതിയിലാണ് മാർക്കറ്റ് ഇന്നുണ്ടായിരുന്നത്. കാരണം ഹയർ പ്രീമിയം വിക്സ് ഒരു സിംഗിൾ ഡേ കൊണ്ട് 9% ഒരു ഫോൾ ഉണ്ടായതുകൊണ്ട് ഇരുഭാഗത്തും പ്രീമിയം മെൽറ്റായി സെല്ലേഴ്സ് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്, പേഴ്സണലി ഈ ഒരു ചാനലിൽ ഞാൻ കണക്കാക്കുന്നത് ഇന്ന് ബഡ്ജറ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ന്യൂസിൻ്റെ ഹൈപ്പർ ലിങ്ക് ഞാൻ നേരെ ഒരു സെപ്പറേറ്റ് ഒരു എക്സലിലേക്ക് പേസ്റ്റ് ചെയ്യും. അതിനൊരു സബ്ജക്റ്റ് കൊടുക്കും ബഡ്ജറ്റ് ഡേ എന്ന്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു ഈവൻ്റ് അനുസരിച്ച് വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. അങ്ങനെ ഈ മുകേഷ് സാറ് പറയും പോലെ അദ്ദേഹത്തിൻ്റെ തമാശകളുടെ ഒരു ഇലക്ട്രോണിക് രൂപമായിട്ടാണ് അദ്ദേഹം ആ ഒരു മുകേഷ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ ചാനലിനെ കാണുന്നത്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഞാൻ നമ്മുടെ ചാനലിനെ കാണുന്നത്. ഓരോ ഈവൻറ്റുകളും അനുസരിച്ച് ഞാൻ ഈ ഒരു യൂട്യൂബിൻ്റെ ഹൈപ്പർ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം നമുക്കത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഈവൻറ്റിൽ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ പേഴ്സണലി ചാനലിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി മാർക്കറ്റിലേക്ക് കിടക്കുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മാർക്കറ്റ് ഇന്ന് കൺസോൾഡേറ്റ് ആയതാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. 179 പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തു. 21,835, 21,650 ട്രേഡിംഗ് റേഞ്ചിൽ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ബാങ്ക് നിഫ്റ്റിയും സമാനമായ രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി 28 പോയിൻറ്റിൻ്റെ ഫ്ലാറ്റ് ഓപ്പണിംഗ്, സെൻസെക്സ് 106 പോയിൻറ്റിൻ്റെ ഫ്ലാറ്റ് ക്ലോസിങ്, ബാങ്ക് നിഫ്റ്റി 200 പോയിൻറ്റിൻ്റെ ഒരു ഫ്ലാറ്റായിട്ടൊരു ക്ലോസിങ് നടത്തി. സ്റ്റോക്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് മാരുതി മികച്ച റിസൾട്ടാണ്. കൂടാതെ തന്നെ മാരുതിയുടെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മാരുതി 4.5% റാലി, സിപ്ല 2.25% റാലി, പവർ ഗ്രിഡ്, ഐഷർ മോട്ടോഴ്സ്, SBI ലൈഫ് തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ മികച്ച രീതിയിലുള്ള റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെക്ടറിലേക്ക് നോക്കുമ്പോൾ ഇന്ന് PSU ബാങ്ക് 3% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക ഒരു കാരണമുണ്ട്, നമുക്കത് ചർച്ച ചെയ്യാം. ഓട്ടോ, എനർജി, ബാങ്ക്, FMCG, ഫിൻ സർവീസ് തുടങ്ങിയ സെക്ടേഴ്സ് എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. IT, ഫാർമ, റിയാലിറ്റി, മെറ്റൽ, മീഡിയ തുടങ്ങിയ സെക്ടേഴ്സ് എല്ലാം തന്നെ റെഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു മിക്സ്ഡായ രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ആദ്യം ഏറ്റവും ടോപ്പിൽ നോക്കാം നിങ്ങൾ. അത് ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള റേറ്റാണ്. $7 ഇടിഞ്ഞ് $2032 പെർ ഔൺസ്. പിന്നീട് കാണുന്നത് ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 13 പൈസ. ബ്രന്റ് ഓയിൽ $81.29 പെർ ബാരൽ. ഓസ്ട്രേലിയയാണ് കാണുന്നത്. പിന്നെ ഷാങ്ഹായ് ചൈനയാണ്. കോസ്പി കൊറിയനാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റാണ്. എല്ലാം റെഡിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡാക്സ്, CSE 40, FTSE അതെല്ലാം യൂറോപ്യൻ മാർക്കറ്റാണ്. റെഡാണ്, മിക്സ്ഡ് ആണ്. MOX റഷ്യനാണ്, ഒരു ഫ്ലാറ്റാണ്. ബിറ്റ്കോയിൻ $500 ഇടിഞ്ഞ് 42,116 എന്ന രീതിയിലാണ്. ഇന്ത്യ വിക്സ് കാണാം. 10% ഫോൾ ഉണ്ടാക്കി 14.45. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റായ രീതിയിലാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലെ ന്യൂസിലേക്ക് കിടക്കാം. രാവിലെ പ്രീ മാർക്കറ്റിൽ ഒരു കമൻറ്റ് കണ്ടു. എന്താണ്, താല്പര്യം ഇല്ലാത്തതുപോലെയാണ് ന്യൂസ് റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു പനി വന്നു. അതിനുശേഷം ത്രോട്ട് വളരെ ഒരു വെറ്റ് കഫ്, ചില സമയത്ത് ഡ്രൈ കഫ്. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം എൻ്റെ അടുത്ത് തന്നെ ഒരു ബോട്ടിൽ ഇരിക്കുന്നുണ്ട്, ഒരു ഹോട്ട് വാട്ടർ. വീണ്ടും കുടിക്കും. ഈ വീഡിയോ മേ ബി പല സമയത്ത് ഞാൻ വലിയ രീതിയിൽ ചുമയ്ക്കും. അപ്പോൾ ഞാൻ കട്ട് ചെയ്യും. എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്
ആ ഒരു പനിക്ക് ശേഷം ചുമ നിർത്താതെ വരുന്നുണ്ട്. ചുമ മാറാത്തതിൻ്റെ ഒരു കാരണം ഞാൻ സ്ഥിരമായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ 2 സമയത്തും ഈ ന്യൂസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രാവിലെ സമയത്ത് ഞാൻ 4 മണിക്കാണ് എണീക്കുന്നത്. അപ്പോൾ നമ്മൾ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും പിന്നെ ചുമ കാരണമാണ് ഞാൻ വളരെ സാവധാനം പ്രീ മാർക്കറ്റ് പറയാൻ ശ്രമിക്കുന്നത്. കാരണം സംസാരിക്കുമ്പോൾ തന്നെ ചെറിയൊരു ചെസ്റ്റിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് എല്ലാ ദിവസവും പറയാത്തത് എല്ലാ ആളുകളും ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജ് അയക്കും. അത് കാണുമ്പോൾ നമുക്കെന്ന് വിചാരിക്കും ഞാൻ വലിയൊരു രോഗിയാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിമ്പതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പനിയാണ്, തൊണ്ടയ്ക്ക് പ്രശ്നമാണ്, അതാണ് ഇതാണെന്ന് പറയാത്തത്. പക്ഷേ പതിയെ പറയുന്നതിന് അതിനൊരു റീസൺ ഉണ്ടാകും. അപ്പോൾ അത് പ്രേക്ഷകർ, നമ്മളെ ട്രേഡേഴ്സ് അത് മനസ്സിലാക്കണം. എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ഒരു ഹെൽത്ത് ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ എനിവേ, അപ്പോൾ ക്ഷമിക്കുക, വീഡിയോ പതിയെ പറയുന്നതിൻ്റെ റീസൺ അതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് സമയം അപഹരിച്ചത്. ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോൾ ഇൻട്രീം ബഡ്ജറ്റാണ് ഉണ്ടായിരുന്നത്. ഇലക്ഷന് മുമ്പുള്ള ബഡ്ജറ്റ് പേപ്പർലെസ് ബഡ്ജറ്റായിരുന്നു. ടാബ്ലറ്റിലായിരുന്നു ബഡ്ജറ്റൊക്കെ എല്ലാം തന്നെ പ്രഖ്യാപിച്ചത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ നടത്തി. ഇന്ന് മാർക്കറ്റിൽ വളരെ ശക്തമായൊരു മൂവ്മെൻറ്റിന് ഈ ഒരു ബഡ്ജറ്റ് കാരണമായിട്ടില്ല എങ്കിൽ കൂടിയും വളരെ മികച്ച ബഡ്ജറ്റാണ്. കാരണം ലോങ് ടൈമിലേക്ക് ബഡ്ജറ്റ് മാർക്കറ്റിന് ഗുണം ചെയ്യും. ഇതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ റെയിൽവേക്കും മറ്റുള്ള സമസ്ത മേഖലയിലേക്കും ഒരുപാട് വകയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ളൊരു പോർഷൻ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, അതായത് ഇന്ത്യയുടെ ധനക്കമ്മി, ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചെലവിനേക്കാൾ വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 6.9 നിന്ന് 5.8 കുറച്ചുകൊണ്ട് വരാനായിട്ട് അത് കുറയ്ക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ലോങ് ടൈമിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിന് അത് വളരെയധികം ഗുണകരമാണ് എന്നുള്ളതാണ് നമ്മൾ അറിയാതെ പോയ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോയ ഏറ്റവും വലിയ ഒരു കാര്യം. ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ചുകൊണ്ട് വരും എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും PSU ബാങ്കിന്, അടുത്തതായിട്ട് PSU ബാങ്കാണ്. PSU ബാങ്കിന് അത് വളരെയധികം ഗുണകരമാകും. കൂടാതെ തന്നെ ഗവൺമെൻറ് ബോറോ ചെയ്യുന്നത് അതിൻ്റെ ലിമിറ്റ് കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കോവിഡ് പ്രമാണിച്ച് ഗവൺമെൻറ്റിൻ്റെ ബോറോവൽസ് എല്ലാം തന്നെ വളരെയധികം കൂടുതലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ബോറോ ചെയ്യുന്നത് കുറയ്ക്കുന്നതും ഈ ഒരു PSU ബാങ്കിന് വളരെയധികം ഗുണകരമാണ്. കാരണം PSU ബാങ്കിന് കൂടുതൽ വായ്പകൾ നൽകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇന്ന് PSU ബാങ്ക് 3.5% ഒരു റാലിക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള 2 കാര്യങ്ങൾ. ഇനി സിറ്റി യൂണിയൻ ബാങ്ക് 218 കോടി രൂപയിൽ നിന്ന് 253 കോടി രൂപയിലേക്ക് ആദായം കരസ്ഥമാക്കി. ഇന്ത്യൻ ഹോട്ടൽ 383 കോടി രൂപയിൽ നിന്ന് 452 കോടി രൂപയിലേക്ക് ആദായം കരസ്ഥമാക്കി. അദാനി എൻ്റർപ്രൈസസ് നെറ്റ് പ്രോഫിറ്റ് 82% ഉയർന്ന് റവന്യൂ 6.5% ഉയർന്ന് നെറ്റ് പ്രോഫിറ്റ് 1888 കോടി രൂപ കരസ്ഥമാക്കി. മാരുതി അവരുടെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നപ്പോൾ ഹയസ്റ്റ് എവർ ക്വാർട്ടർ സെയിൽസാണ് ഉള്ളത്. 1.99 ലാക്ക് യൂണിറ്റ് സെല്ല് ചെയ്യാനും പറ്റി ജനുവരിയിൽ. പേടിഎം ശക്തമായ ഒരു ഇടിവ് രേഖപ്പെടുത്തി, 20% ഇടിവ്. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. RBI പുതിയ കസ്റ്റമേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. PMI ഡേറ്റ, ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ അത് 56.5, ഹയസ്റ്റ് 4 മാസത്തെ മികച്ച ഹൈ ആണുള്ളത്. ടാറ്റ മോട്ടോഴ്സ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവരുടെ സെയിൽസ് 81,069 കോടി രൂപയിൽ നിന്ന് 86,125 കോടി രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു. M&M എസ്കോട്ട് കമ്പനി, M&M അവരുടെ ഓട്ടോമൊബൈൽ ഡിസ്പാച്ച് എല്ലാം തന്നെ 15% വർദ്ധിപ്പിച്ചപ്പോൾ എസ്കോട്ട്, ട്രാക്ടർ നിർമ്മാതാക്കളാണ് എസ്കോട്ട്, 7% അവരുടെ എക്സ്പോർട്ട് കുറഞ്ഞു. വീഗാർഡ്, കേരളം ആസ്ഥാനമായിട്ടുള്ള ചിറ്റലപ്പള്ളി ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് വീഗാർഡ്. നെറ്റ് പ്രോഫിറ്റ് 35 നിന്ന് 46 കോടി രൂപയിലേക്ക് ഉയർന്നു. ബജാജ് സെയിൽസ് 24% ഉയർന്നു. അദാനി പോർട്ട് സെയിൽസ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് 70% ഉയർന്ന് 2,210 കോടി രൂപ. റെയിൽവേ ഏകദേശം 2.55 ലാക്ക് ക്രോർസ് റെയിൽവേക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ 3 റെയിൽവേ കോറിഡോർസ് എല്ലാം തന്നെ കൊണ്ടുവരും. ടൈറ്റാൻ നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്ന് 1,040 കോടി രൂപ. ഡോക്ടർ ലബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 53% ഉയർന്നു 81 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. തങ്കമയിൽ ജ്വല്ലേഴ്സ് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 13 കോടി രൂപയിൽ നിന്ന് 28 കോടി രൂപയിലേക്ക് ഇവരുടെ അറ്റാദായം ഉയർത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും
ശുഭരാത്രി നേരുന്നു. എല്ലാവർക്കും മികച്ച ആരോഗ്യം നേരുന്നു. താങ്ക് യു.